എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ AICCക്കും KPCCക്കും പരാതി നൽകുമെന്ന് DCC ജനറൽ സെക്രട്ടറി. കീഴ്മാട് സീറ്റിൽ നിലവിലുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ദുരൂഹമെന്ന് TH അബ്ദുൾ ജബ്ബാർ പറഞ്ഞു. തനിക്ക് സീറ്റ് തരാമെന്ന് നേതൃത്വം ഉറപ്പു നൽകിയിരുന്നെന്നും അബ്ദുൾ ജബ്ബാർ പ്രതികരിച്ചു. ഏത് തരത്തിലാണ് ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളെപ്പോലുള്ള മീഡിയാസാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഞങ്ങളെക്കാൾ എല്ലാ നിലയിലും താഴെയുള്ള ഒരാൾക്ക് ഈ പാർട്ടി പദവി കൊടുക്കാനുണ്ടായ മാനദണ്ഡം എന്താണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് കൊടുത്തത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പല ദുരൂഹതകളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് മീഡിയ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് റാഫി കരീം ചേരുന്നു. റാഫി, പറഞ്ഞു പറ്റിക്കുകയായിരുന്നോ കോൺഗ്രസ് നേതൃത്വം ചെയ്തിരുന്നത്? തീർച്ചയായും ആ നിലയിൽ തന്നെയുള്ള പ്രതികരണമാണ് DCC ജനറൽ സെക്രട്ടറി TH അബ്ദുൾ ജബ്ബാർ നടത്തുന്നത്. കാരണം കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നേതൃത്വം പൂർണ്ണതോതിൽ ഉറപ്പ് നൽകിയിരുന്നത് TH അബ്ദുൾ ജബ്ബാറിനായിരുന്നു. അബ്ദുൾ ജബ്ബാറിനെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ളതായിരുന്നു നേതൃത്വം നൽകിയിരുന്ന ഉറപ്പ്. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഇതിനിടയിലാണ് ഈ ഡിവിഷനിൽ ഉൾപ്പെടാത്ത മറ്റൊരു വ്യവസായിയെ ഈ സ്ഥാനാർത്ഥിയായി ഇന്നലെ നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. ഇതിനിടയിൽ A ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഷമീർ തുകലിനെ ഈ ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ DCC ഓഫീസിലെ ചെറിയ തർക്കങ്ങളും ബഹളവും ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് വലിയ ആരോപണങ്ങൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യവസായിയിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് KPCCക്കും AICC നേതൃത്വത്തിനും ഇപ്പോൾ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി നേരിട്ട് പരാതി നൽകുമെന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹം ആ പരാതി ഇന്ന് തന്നെ അയക്കാനുള്ള തീരുമാനത്തിലാണുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ഇതിൽ ഈ പരാതിയിൽ പ്രധാനമായി ആവശ്യപ്പെടുന്നത് മുക്താർ എന്ന വ്യവസായിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. മണ്ഡലത്തിന് പുറത്തുള്ള, അതായത് ഡിവിഷന് പുറത്തുള്ള ഒരാളെ വാഴക്കുളം ഡിവിഷനിൽ കീഴ്മാട് ഡിവിഷനിലേക്ക് മത്സരത്തിന് കൊണ്ടുവന്നതിന് നേതൃത്വം കണ്ടെത്തിയ മാനദണ്ഡം എന്താണ്? ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിത്വം നൽകാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ ഷമീർ തുകലിൽ, ഒപ്പം തന്നെ TH അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകാതിരിക്കാനുള്ള കാരണം എന്തെന്ന് കൂടിയാണ് ഇത് ചോദിക്കുന്നത്. DCC പ്രസിഡന്റ് അടക്കം നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. പെട്ടെന്നാണ് മുക്താറിന്റെ പേര് ഈ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ചർച്ച DCC നേതൃത്വം ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചിരുന്ന ആളുകളുമായി നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന യോഗം A ഗ്രൂപ്പ് ബഹിഷ്കരിച്ചിരുന്നു. A ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അബ്ദുൾ മുത്തലീബ് അടക്കമുള്ളവർ ഇന്നലെ യോഗം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയും കണ്ടിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCC നേതൃത്വത്തിനെതിരെ പേയ്മെന്റ് സീറ്റ് അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.